പൊതുമരാമത്ത് വകുപ്പിൽ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി വ്യാജരേഖ ചമച്ച് നീട്ടിയ കരാർ നിയമനം റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് റദ്ദാക്കി. കരാർ നീട്ടി നൽകിയതിൽ വിശദീകരണം തേടിയെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. റിപ്പോർട്ടർ ഇംപാക്ട്. കഴിഞ്ഞ ദിവസമാണ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ റോഡ് ഫണ്ട് ബോർഡിൽ നടന്ന ക്രമക്കേട് റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നത്. റോഡ് ഫണ്ട് ബോർഡിലെ കരാർ ജീവനക്കാരിയായ രമ്യയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ വ്യാജരേഖ ചമച്ച് 2 വർഷത്തേക്ക് കരാർ നീട്ടുകയായിരുന്നു. റോഡ് ഫണ്ട് ബോർഡിലെ മറ്റ് 30-ലധികം വരുന്ന കരാർ ജീവനക്കാർക്ക് നീട്ടിക്കൊടുക്കാതെ ഒരാൾക്ക് മാത്രമായി റോഡ് ഫണ്ട് CEO M അശോക് കുമാർ കരാർ നീട്ടി നൽകുകയായിരുന്നു. 1 വർഷത്തേക്ക് നീട്ടാനുള്ള നടപടി പൂർത്തിയാക്കിയ ശേഷം ജീവനക്കാരി രമ്യയും CEO M അശോക് കുമാറും മാത്രം അറിഞ്ഞാണ് സർക്കാർ മുദ്രപത്രം ദുരുപയോഗം ചെയ്ത് 1 വർഷം എന്നത് 2 വർഷമാക്കി എഴുതി കരാർ പുതുക്കിയത്. ലീവ് സറണ്ടർ അടക്കമുള്ള ആനുകൂല്യങ്ങളും രമ്യ തട്ടിയെടുത്തു. 2 വർഷത്തിൽ കൂടുതൽ കരാർ നിയമനത്തിൽ ജോലി ചെയ്തവരുടെ കരാർ പുതുക്കണമെങ്കിൽ സർക്കാർ അനുമതി തേടണമെന്ന മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചായിരുന്നു CEO M അശോക് കുമാർ രമ്യ എന്ന ജീവനക്കാരിക്ക് മാത്രമായി കരാർ 2 വർഷത്തേക്ക് പുതുക്കി നൽകിയത്. സംഭവം റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ കരാർ റദ്ദാക്കിയതായി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. ജീവനക്കാരിയിൽ നിന്ന് വിശദീകരണം തേടിയതായും മന്ത്രി പറഞ്ഞു. എന്നാൽ വ്യാജരേഖ ചമച്ചതിന് പോലീസിൽ പരാതി നൽകുന്നതിനെക്കുറിച്ചോ സർക്കാർ മുദ്രപത്രത്തിൽ വ്യാജമായി എഴുതി ചേർത്തതിൽ ഒപ്പിട്ട CEOക്കെതിരെ എന്ത് നടപടിയെടുത്തെന്നോ മന്ത്രി വിശദീകരിക്കുന്നുമില്ല. വ്യാജരേഖ ചമച്ച് കരാർ നിയമനം നേടിയെടുത്തവർക്കെതിരെ എന്തുകൊണ്ടാണ് പോലീസിൽ പരാതി നൽകാത്തത്? വ്യാജരേഖയാണെന്നറിഞ്ഞിട്ട് ഒപ്പിട്ട CEOക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? ഉയരുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ. TV പ്രസാദ് തുടരുന്നു. TV പ്രസാദ്, ഇതിന്റെ ഉള്ളറ എന്താണ്? നികേഷേ, പ്രധാനപ്പെട്ട സംഭവമുള്ളത് റോഡ് ഫണ്ട് ബോർഡിൽ വളരെ കൂടുതലുള്ളതും കരാർ ജീവനക്കാർ തന്നെയാണ്. ഇത്രയേറെ കരാർ ജീവനക്കാർ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിലാണ് ഒരു ജീവനക്കാരി മാത്രമായി കരാർ പുതുക്കുന്നത്. ആ കരാർ പുതുക്കിയത് തന്നെ ആകട്ടെ 1 വർഷത്തെ പ്രൊസീഡിങ്സ് ഇറക്കിയതിന് ശേഷം കരാർ ഒപ്പിടുമ്പോൾ, അതായത് സർക്കാർ മുദ്രപത്രത്തിൽ ഒപ്പിടുന്ന സമയത്ത് അതിൽ 2 വർഷം എന്ന് എഴുതി ചേർത്ത് ഓഫീസിലെ മറ്റ് ഉദ്യോഗസ്ഥരാരും കാണാതെ CEOയെ മാത്രം കാണിച്ച് ഒപ്പിടിപ്പിച്ച് കരാറിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് ഗുരുതരമായൊരു സംഭവമുള്ളത്. അതായത് വ്യാജരേഖ ചമച്ചാണ് ഈ 1 വർഷം എന്നുള്ളത് 2 വർഷമാക്കി മാറ്റിയത്. ഇതിൽ നിരവധി ജീവനക്കാർ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 35-ലധികം ജീവനക്കാർ അവിടെ താൽക്കാലിക ജീവനക്കാരാണ്. അവരുടെ കരാർ അവസാനിച്ചതിന് ശേഷം അവരവിടെ തുടരുകയാണ്. പക്ഷേ അവരുടെ കരാർ പുതുക്കി നൽകിയിട്ടില്ല. അതിനിടയിലാണ് ഒരാളുടേത് മാത്രമായുള്ള കരാർ പുതുക്കി നൽകുന്നത്. അതിലും പ്രശ്നമുണ്ട് നികേഷ്. അതായത് 2 വർഷത്തിൽ കൂടുതൽ കരാർ നിയമന വ്യവസ്ഥയിൽ ജോലി ചെയ്ത ഒരാളുടെ കരാർ പുതുക്കണമെങ്കിൽ അതിൽ സർക്കാർ അനുമതി വേണം എന്നുള്ളതാണ്. ഇതൊന്നുമില്ലാതെയാണ് ഈ ഒരാളുടെ മാത്രം കരാർ പുതുക്കി കൊടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മുഹമ്മദ് റിയാസിൻ്റെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ വരുന്ന റോഡ് ഫണ്ട് ബോർഡിലാണ് CEOയും കൂടി ചേർന്ന് ഇങ്ങനെയൊരു സംഭവം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതിലെ ഗൗരവമായ ഒരു കാര്യം. കോടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ നേതൃത്വം നൽകുന്ന ഒരു സ്ഥാപനമാണ് റോഡ് ഫണ്ട് ബോർഡ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ നടന്ന ഈ വ്യാജരേഖ ചമച്ചുള്ള കരാർ നിയമനം നീട്ടിയത് ഗൗരവത്തോടെയാണ് പൊതുമരാമത്ത് വകുപ്പും കാണുന്നത്. പക്ഷേ ഈ സംഭവം നടന്നത് ജൂലൈ മാസത്തിലാണ്. നടന്ന് 4.5 മാസം പിന്നിട്ടിട്ടും ഈ വാർത്ത വരുന്നത് വരെ ഒരു നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല. അതവിടെ മുക്കി വച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വാർത്ത പുറത്തു വന്നതിന് ശേഷവും ഇങ്ങനെ വ്യാജരേഖ ചമച്ച ആൾക്കെതിരെ പോലീസിൽ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. 1 വർഷം എന്നത് 2 വർഷം എന്ന് ആക്കി മാനദണ്ഡം ലംഘിച്ച് കരാറിൽ ഒപ്പിട്ട CEOക്കെതിരെയും ഒരു നടപടിയും ഇതുവരെ ഇല്ല എന്നുള്ളതാണ് ഗൗരവമായ ഒരു കാര്യം. ഇതിലിപ്പോൾ കരാർ നീട്ടിയ രമ്യയുടെ കരാർ ഇതിനകം റദ്ദാക്കിയിട്ടുണ്ടെങ്കിലും ഇന്നലെയും രമ്യ ഓഫീസിൽ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ കരാർ റദ്ദാക്കിയാലും ദിവസവേതന അടിസ്ഥാനത്തിൽ രമ്യയ്ക്ക് തുടരാനുള്ള അവസരം നൽകിയിട്ടുണ്ടോ എന്ന കാര്യം മന്ത്രി വ്യക്തമായി പറഞ്ഞതുമില്ല. നികേഷ്, TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.